നിങ്ങൾ എത്ര അധ്വാനിച്ചിട്ടും പണം കയ്യിൽ നിൽക്കുന്നില്ലേ? കടബാധ്യതകൾ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടോ? ഐശ്വര്യം നിങ്ങളുടെ വീടിന്റെ പടിവാതിൽക്കൽ വന്ന് മടങ്ങിപ്പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എങ്കിൽ ഓർക്കുക, പണം എന്നത് വെറുമൊരു കടലാസ് കഷ്ണമോ നാണയമോ മാത്രമല്ല. പണം ഒരു ഊർജമാണ്. ആചാര്യ ചാണക്യൻ പറഞ്ഞു, അധനസ്യ കുതഃ മിത്രം. ധനമില്ലാത്തവന് മിത്രങ്ങളില്ല, സുഖമില്ല, ബഹുമാനവുമില്ല. ഒരു രാജ്യം പടുത്തുയർത്താൻ ചാണക്യൻ ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധം സൈന്യമായിരുന്നില്ല, മറിച്ച് അത് കുബേരതന്ത്രങ്ങളായിരുന്നു. ദാരിദ്ര്യം എന്നത് ഒരു ശാപമല്ല, മറിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള ഊർജത്തിന്റെ ക്രമക്കേടാണ്. ഈ വീഡിയോയിൽ ദാരിദ്ര്യത്തിന്റെ ആ അദൃശ്യ വലയത്തെ തകർത്ത് ഐശ്വര്യത്തിന്റെ കുബേരപ്രവാഹം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള 5 ഗൂഢതന്ത്രങ്ങൾ ഞാൻ വെളിപ്പെടുത്തും. ഇത് വെറും മോട്ടിവേഷൻ അല്ല, മറിച്ച് ചാണക്യൻ തന്റെ അതീവ രഹസ്യമായ തന്ത്രങ്ങളിൽ വിവരിച്ചിട്ടുള്ള വെൽത്ത് സയൻസ് ആണ്. അർദ്ധരാത്രിയിൽ നിങ്ങൾ ചെയ്യേണ്ട ആ രഹസ്യവിദ്യ ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് നൽകും. അത് നിങ്ങളുടെ സാമ്പത്തിക ജാതകം തന്നെ തിരുത്തിക്കുറിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം എന്ന വാക്ക് എന്നേക്കുമായി തുടച്ചു നീക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആചാര്യ ചാണക്യന്റെ ഈ ജ്ഞാനത്തിനായി നമ്മുടെ ചാണക്യ മലയാളം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ഐക്കൺ ഓൺ ചെയ്യുക. നിങ്ങൾ അർഹിക്കുന്ന ആ വലിയ സമ്പന്നതയിലേക്ക് നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പണം വരാൻ ഏറ്റവും വലിയ തടസ്സമായി നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? കടമാണോ, അതോ ശരിയായ വരുമാനമില്ലായ്മയാണോ? നിങ്ങളുടെ ഉത്തരം കമന്റ് ബോക്സിൽ മണി എന്ന് ടൈപ്പ് ചെയ്ത് രേഖപ്പെടുത്തുക. ആ തടസ്സം മാറ്റാനുള്ള വഴി നമ്മൾ ഇന്ന് കണ്ടെത്തും. ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞു, ത്യജേത് ധർമ്മം ദയാഹീനം. പണം എന്നത് വെറുമൊരു വസ്തുവല്ല, അത് ഒരു സ്വഭാവമാണ്. നിങ്ങൾ പണത്തെക്കുറിച്ച് എപ്പോഴും പരാതി പറയുന്നവരാണോ? എന്റെ കയ്യിൽ പണമില്ല, പണം സമ്പാദിക്കാൻ കഷ്ടപ്പാടാണ്, പണമുള്ളവരൊക്കെ ദുഷ്ടന്മാരാണ്, ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പണത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആട്ടിയകറ്റുകയാണ്. പണം യഥാർത്ഥത്തിൽ ഒരു ഹൈ ഫ്രീക്വൻസി എനർജിയാണ്. പ്രപഞ്ചത്തിലെ നിയമം അനുസരിച്ച് സമാനമായ ഊർജങ്ങൾ തമ്മിൽ ആകർഷിക്കപ്പെടുന്നു. നിങ്ങൾ ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഊർജം താഴുന്നു. ചാണക്യൻ പഠിപ്പിക്കുന്നത് ലക്ഷ്മി ദേവി ചഞ്ചലയാണെന്നാണ്. അവൾ ഒരിടത്ത് നിൽക്കണമെങ്കിൽ ആ സ്ഥലം സന്തോഷവും പോസിറ്റിവിറ്റിയും ഉള്ളതാകണം. ദേഷ്യവും കലഹവുമുള്ള വീട്ടിൽ നിന്ന് ഐശ്വര്യം പടിയിറങ്ങുന്നത് അതുകൊണ്ടാണ്. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ, ഒരു അതിഥി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. നിങ്ങൾ ആ അതിഥിയെ നോക്കി, ഇയാൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഇയാൾ വന്നാൽ എനിക്ക് ചെലവാണല്ലോ എന്ന് മുഖം ചുളിച്ചാൽ ആ അതിഥി അവിടെ നിൽക്കുമോ? പണവും ഇതുപോലെയാണ്. പണം ചിലവാക്കുമ്പോൾ വേദനയോടെ ചിലവാക്കാതെ അത് തിരിച്ചു വരുമെന്ന ഉറപ്പോടെയും നന്ദിയോടെയും ചിലവാക്കുക. ചാണക്യൻ തന്റെ സാമ്പത്തിക തന്ത്രങ്ങളിൽ ഇതിനെ വിളിക്കുന്നത് അർത്ഥശുദ്ധി എന്നാണ്. പണത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവന്റെ അടുത്തേക്ക് കുബേരൻ വഴികൾ തുറന്നു നൽകും. ഒരാൾക്ക് പണം നൽകുമ്പോൾ അത് മനസ്സ് നിറഞ്ഞു നൽകുക. നിങ്ങൾ നൽകുന്ന ആ പണം മറ്റൊരാളുടെ ജീവിതത്തിൽ ഗുണകരമാകട്ടെ എന്ന് ചിന്തിക്കുക. ഈ ഒരു ചെറിയ ചിന്താമാറ്റം നിങ്ങളുടെ ഉള്ളിലെ ദാരിദ്ര്യഭയത്തെ ഇല്ലാതാക്കും. ഭയമില്ലാത്തവന്റെ അടുത്തേക്ക് മാത്രമേ സമ്പത്ത് ഒഴുകുകയുള്ളൂ. സുഹൃത്തുക്കളെ, നിങ്ങൾ പണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്റെ കയ്യിൽ കാശൊന്നുമില്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും തമാശക്കെങ്കിലും പറയാറുണ്ടോ? ഉണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് സത്യമായി സ്വീകരിക്കുന്നു. ഇന്നു മുതൽ ആ ശീലം മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ കമന്റ് ബോക്സിൽ ഐ എം വെൽതി എന്ന് ടൈപ്പ് ചെയ്യുക. ആ വാക്കിന്റെ ശക്തി ഇന്നു മുതൽ നിങ്ങൾ കണ്ടു തുടങ്ങും. ചാണക്യൻ പറയുന്നു, ധനമില്ലാത്തവൻ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവന് തുല്യനാണ്. പണത്തെ നിങ്ങളുടെ ആയുധമാക്കുക, അതിനെ വെറുക്കരുത്. പണത്തിന്റെ ഊർജത്തെ തിരിച്ചറിയുന്നവന് ദാരിദ്ര്യം ഒരു പഴങ്കഥ മാത്രമായി മാറും. ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ ഒരു വിപ്ലവകരമായ ചിന്ത പങ്കുവച്ചു, സഞ്ചയാർത്ഥം പ്രയോജനം. അതായത് പണം വെറുതെ പെട്ടിയിൽ പൂട്ടിവെക്കുന്നവന്റേതല്ല, അത് ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുന്നവന്റേതാണ്. പണം കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാകരുത്, മറിച്ച് അത് ഒഴുകുന്ന പുഴ പോലെയാകണം. കെട്ടിക്കിടക്കുന്ന വെള്ളം നശിച്ചു പോകും, എന്നാൽ ഒഴുകുന്ന പുഴ നാടിനെ സമൃദ്ധമാക്കും. പലരും വിചാരിക്കുന്നത് പണം ചെലവാക്കാതെ പിശുക്കി വെക്കുന്നതാണ് സമ്പന്നനാകാനുള്ള വഴിയെന്നാണ്. എന്നാൽ ചാണക്യൻ ഇതിനെ ദാരിദ്ര്യ മാനസികാവസ്ഥ എന്ന് വിളിക്കുന്നു. പണം സുരക്ഷിതമായി വെക്കേണ്ടത് ഇരുമ്പ് പെട്ടിയിലല്ല, മറിച്ച് അത് പുതിയ വരുമാന മാർഗങ്ങളിലാണ്. ചാണക്യൻ പറയുന്ന 3 നിക്ഷേപ നിയമങ്ങൾ. 1. അറിവിൽ നിക്ഷേപിക്കുക. പണം സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനം അത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന അറിവ് നേടുക എന്നതാണ്. 2. വ്യാപാരത്തിൽ നിക്ഷേപിക്കുക. പണം മറ്റൊരു പണത്തെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഇടങ്ങളിൽ മാത്രം നിക്ഷേപം നടത്തുക. 3. അപകട സാധ്യതകൾ പഠിക്കുക. ചാണക്യൻ പറയുന്നു, കടലിൽ ഇറങ്ങാതെ മുത്ത് കിട്ടില്ല. കണക്കുകൂട്ടിയുള്ള റിസ്ക് എടുക്കുന്നവനെ മാത്രമേ ലക്ഷ്മി അനുഗ്രഹിക്കൂ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, 10 വർഷം മുൻപ് നിങ്ങൾ ഒരു കുപ്പിയിൽ അടച്ചുവെച്ച 100 രൂപയ്ക്ക് ഇന്ന് അതേ മൂല്യമുണ്ടോ? വിലക്കയറ്റം ആ പണത്തിന്റെ ശക്തി ചോർത്തിക്കളഞ്ഞു. എന്നാൽ അതേ 100 രൂപ നിങ്ങൾ ഒരു ഫലവൃക്ഷം നടുവാനോ അല്ലെങ്കിൽ ഒരു ചെറിയ കച്ചവടത്തിനോ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് അത് ആയിരങ്ങളായി മാറുമായിരുന്നു. ചാണക്യൻ പറയുന്നു, വിത്തം രക്ഷേത്. ധനം സംരക്ഷിക്കേണ്ടത് അത് ചിലവാക്കാതെ വെച്ചുകൊണ്ടല്ല, മറിച്ച് പുതിയ വഴികളിലൂടെ അത് വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കണം, നിങ്ങൾ പണത്തിന് വേണ്ടി മാത്രം പണിയെടുക്കരുത്. ഒരു വരുമാന മാർഗം മാത്രമുള്ളവൻ അപകടത്തിലാണ്.
ചാണക്യൻ തന്റെ കാലത്ത് തന്നെ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം എന്ന ആശയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരു തടാകത്തിലേക്ക് 4 ഭാഗത്തുനിന്നും വെള്ളം വരികയാണെങ്കിൽ അത് ഒരിക്കലും വറ്റില്ല. നിങ്ങളുടെ ജീവിതത്തിലും അതുപോലെ വരുമാന വഴികൾ തുറക്കുക. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പണം എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്? വെറുതെ ബാങ്ക് അക്കൗണ്ടിലാണോ അതോ വളരുന്ന ഇടങ്ങളിലാണോ? പണം വർദ്ധിപ്പിക്കാനുള്ള പുതിയ വഴികൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ ഇൻവെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ചാണക്യൻ പഠിപ്പിക്കുന്നു, ധൈര്യശാലിയായ നിക്ഷേപകനെ സമ്പത്ത് പിന്തുടരും. നിങ്ങളുടെ ചെറിയ നിക്ഷേപങ്ങൾ നാളത്തെ വലിയ സാമ്രാജ്യത്തിന്റെ വിത്തുകളാണ്. പണത്തെ വളരാൻ അനുവദിക്കൂ, അത് നിങ്ങളെ ഒരു രാജാവാക്കും. പണം സമ്പാദിക്കുന്നതിനേക്കാൾ അത് എങ്ങനെ വിഭജിക്കണം എന്നതിലാണ് ഒരാളുടെ വിജയമിരിക്കുന്നത്. ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ വരുമാനത്തെ 4 ഭാഗിക്കാൻ നിർദ്ദേശിക്കുന്നു. ആദ്യത്തെ ഭാഗം നിങ്ങളുടെ നിത്യനിദാന ചിലവുകൾക്കായി, ഭക്ഷണം, വസ്ത്രം. രണ്ടാമത്തെ ഭാഗം നിങ്ങളുടെ സന്തോഷത്തിനും വിനോദത്തിനുമായി. മൂന്നാമത്തെ ഭാഗം ഐശ്വര്യം വർദ്ധിപ്പിക്കാനായി അറിവിലും വ്യാപാരത്തിലും നിക്ഷേപിക്കാൻ. നാലാമത്തെ ഭാഗം ആപത്ഘട്ടങ്ങളിലേക്ക് കരുതിവെക്കാൻ, എമർജൻസി ഫണ്ട്. ചാണക്യൻ പറയുന്നു, സമ്പാദ്യമില്ലാത്തവൻ ഭാവിയില്ലാത്തവനാണ്. നിങ്ങളുടെ വരുമാനത്തിന്റെ കുറഞ്ഞത് 25% നിക്ഷേപത്തിനായി മാറ്റിവെക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കടക്കെണിയിലേക്ക് നടന്നു നീങ്ങുകയാണ്. പണത്തെ പിടിച്ചുവെക്കാതെ അതിനെ കൃത്യമായ അളവിൽ ചിലവാക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്നവന്റെ പക്കൽ ലക്ഷ്മി ദേവി സ്ഥിരമായി വസിക്കും. കടത്തിന്റെ കെണി. ആചാര്യ ചാണക്യൻ കടത്തെ വിശേഷിപ്പിച്ചത് ജീവനുള്ള വിഷം എന്നാണ്. ഋണശേഷോ അഗ്നിശേഷച്ച. കടത്തിന്റെ ബാക്കിയും തീയുടെ ബാക്കിയും ഒരുപോലെ അപകടകരമാണ്. അത് വീണ്ടും വളരും. പലരും നിക്ഷേപിക്കാനോ ആഡംബര ജീവിതത്തിനോ വേണ്ടി കടം വാങ്ങുന്നു. ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു, മറ്റൊരാളുടെ പണം കൊണ്ടുണ്ടാക്കുന്ന സാമ്രാജ്യം മണൽ കൊട്ടാരം പോലെയാണ്. നിക്ഷേപിക്കാനാണെങ്കിൽ പോലും നിങ്ങളുടെ സ്വന്തം മിച്ചം ഉപയോഗിക്കുക. പലിശയ്ക്ക് പണമെടുത്ത് നിക്ഷേപിക്കുന്നത് നിങ്ങളുടെ സമാധാനത്തെയും സമ്പത്തിനെയും ഒരുപോലെ നശിപ്പിക്കും. കടമില്ലാത്തവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനവാൻ. നിങ്ങളുടെ വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവാക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നിനോടും നോ പറയാൻ ശീലിക്കുക. സമയവും ധനവും. പണത്തേക്കാൾ മൂല്യമുള്ളത് സമയത്തിനാണെന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ന കശ്ചിത് കസ്യചിൻ മിത്രം. സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല. നഷ്ടപ്പെട്ട പണം നിങ്ങൾക്ക് കഠിനാധ്വാനത്തിലൂടെ തിരിച്ചുപിടിക്കാം. എന്നാൽ നഷ്ടപ്പെട്ട ഒരു നിമിഷം പോലും കോടിക്കണക്കിന് സ്വർണ്ണ നാണയങ്ങൾ നൽകിയാലും തിരിച്ചു കിട്ടില്ല. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ ടൈം വാല്യൂ ഓഫ് മണി എന്ന് വിളിക്കുന്നു. ഇന്ന് നിങ്ങൾ നിക്ഷേപിക്കുന്ന 1 രൂപയ്ക്ക് 10 വർഷം കഴിഞ്ഞുള്ള 1 രൂപയേക്കാൾ മൂല്യമുണ്ട്. ചാണക്യൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, യൗവനത്തിൽ സമ്പാദിക്കാത്തവൻ വാർദ്ധക്യത്തിൽ ദുഃഖിക്കും എന്നാണ്. സമയം കളയുന്നവൻ യഥാർത്ഥത്തിൽ തന്റെ സമ്പത്താണ് കളയുന്നത്. അതുകൊണ്ട് ഓരോ നിമിഷവും മൂല്യമുള്ള കാര്യങ്ങൾക്കായി വിനിയോഗിക്കുക. സമയത്തെ ബഹുമാനിക്കുന്നവനെ സമ്പത്ത് ബഹുമാനിക്കും. ആചാര്യ ചാണക്യൻ വിശ്വസിച്ചിരുന്നത് നമ്മൾ വസിക്കുന്ന ഇടം നമ്മുടെ സാമ്പത്തിക വളർച്ചയെ സ്വാധീനിക്കുമെന്നാണ്. വാസ്തുശാസ്ത്രത്തിലെ നിയമങ്ങൾ ചാണക്യൻ തന്റെ ഭരണതന്ത്രങ്ങളിലും സാമ്പത്തിക നയങ്ങളിലും കൃത്യമായി പാലിച്ചിരുന്നു. അദ്ദേഹം പറയുന്നു, അഭിനയം വിനയം ഹന്തി. വീടിനുള്ളിലെ അച്ചടക്കമില്ലായ്മയും അശുദ്ധിയും ഐശ്വര്യത്തെ നശിപ്പിക്കും. കുബേരന്റെ ദിശയായി കണക്കാക്കപ്പെടുന്നത് വടക്ക് ദിശയാണ്. ഈ ദിശയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് എനർജിയാണ് നിങ്ങളുടെ വീട്ടിൽ ധനപ്രവാഹം നിലനിർത്തുന്നത്. വീട്ടിൽ വരുത്തേണ്ട 3 പ്രധാന മാറ്റങ്ങൾ. 1. വടക്ക് ദിശയിലെ ശുദ്ധി. വീടിന്റെ വടക്ക് ഭാഗത്ത് ഒരിക്കലും മാലിന്യങ്ങളോ ഭാരമുള്ള വസ്തുക്കളോ വെക്കരുത്. ചാണക്യൻ പറയുന്നു, തടസ്സങ്ങളില്ലാത്ത ഇടത്തേക്ക് മാത്രമേ ധനം വരൂ. ഈ ഭാഗം എപ്പോഴും വൃത്തിയായും വെളിച്ചമുള്ളതായും സൂക്ഷിക്കുക. 2. പണം വെക്കുന്ന സ്ഥലം. നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന പെട്ടിയോ ലോക്കറോ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വടക്ക് ദിശയിലേക്ക് അഭിമുഖമായി വെക്കുക. ഇത് കുബേരന്റെ അനുഗ്രഹം പണപ്പെട്ടിക്കുണ്ടാകാൻ സഹായിക്കുന്നു. 3. വെള്ളത്തിന്റെ സ്വാധീനം. വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം വെക്കുന്നത് ഐശ്വര്യത്തെ ആകർഷിക്കുമെന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കടയിൽ ചെന്നാൽ അവിടെ സാധനങ്ങൾ അലങ്കോലമായി കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് സാധനം വാങ്ങാൻ തോന്നുമോ? പ്രപഞ്ചശക്തികളും ഇതുപോലെയാണ്. നിങ്ങളുടെ വീട് എപ്പോഴും ഒതുക്കമില്ലാതെ കിടക്കുകയാണെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജി തങ്ങി നിൽക്കും. ചാണക്യൻ പഠിപ്പിക്കുന്നത് ശുചിത്വമാണ് ലക്ഷ്മിയുടെ ഇരിപ്പിടം എന്നാണ്. ദിവസവും വൈകുന്നേരം വീടിന്റെ പ്രധാന വാതിലിന് മുന്നിൽ ഒരു ദീപം കൊളുത്തുന്നത് ഐശ്വര്യത്തെ ക്ഷണിക്കാനുള്ള വഴിയാണ്. വീടിനുള്ളിലെ വെളിച്ചത്തെക്കുറിച്ച് സംസാരിക്കാം. ഇരുണ്ട മുറികളിൽ നെഗറ്റിവിറ്റി കൂടും. വടക്ക് ദിശയിലുള്ള ജനാലകൾ പകൽ സമയത്ത് തുറന്നിടുന്നത് സാമ്പത്തിക ഊർജം അകത്തേക്ക് വരാൻ സഹായിക്കും. ചാണക്യന്റെ കാലത്ത് കൊട്ടാരങ്ങളുടെ വടക്ക് ഭാഗം എപ്പോഴും തുറസായ നിലയിലാണ് നിർമ്മിച്ചിരുന്നത്. നിങ്ങളുടെ വീട്ടിലെ വടക്ക് ഭാഗം ഇപ്പോൾ എങ്ങനെയാണ്? അവിടെ അനാവശ്യമായ സാധനങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ കമന്റ് ബോക്സിൽ ഫ്ലോ എന്ന് ടൈപ്പ് ചെയ്യുക. പണത്തിന്റെ ഒഴുക്ക് തടസ്സമില്ലാതെ വരാൻ നമുക്ക് വഴി തുറക്കാം. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ ഇടം നിങ്ങളുടെ ഭാവിയെ സ്വാധീനിക്കുന്നു. വീടിനെ വെറുമൊരു കെട്ടിടമായി കാണാതെ ഊർജത്തിന്റെ ഉറവിടമായി കാണുക. കുബേരന്റെ ദിശയെ ബഹുമാനിക്കൂ. ഐശ്വര്യം നിങ്ങളെ തേടിവരും. ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ ചോദിക്കുന്നു, ദാനേന തുല്യോ നിധിരസ്തി ലോകെ. ഈ ലോകത്ത് ദാനത്തിന് തുല്യമായ മറ്റൊരു നിധിയുണ്ടോ? പലരും വിചാരിക്കുന്നത് പണം മറ്റൊരാൾക്ക് നൽകുമ്പോൾ
നമ്മുടെ സമ്പാദ്യം കുറയുമെന്നാണ്. എന്നാൽ ചാണക്യൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് സമ്പത്തിന്റെ ശുദ്ധീകരണം എന്നാണ്. ഒരു കിണറ്റിലെ വെള്ളം കോരിക്കളയും തോറും പുതിയ തെളിനീർ ഉറവകൾ വരുന്നത് പോലെയാണ് സമ്പത്തെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. പണം ഒരു പ്രവാഹമാണ്. അതിനെ ഒരിടത്തു മാത്രം കെട്ടി നിർത്തിയാൽ അതിന് മുരടിപ്പ് സംഭവിക്കും. നിങ്ങൾ പണം മറ്റൊരാൾക്ക് നൽകുമ്പോൾ, പ്രത്യേകിച്ച് അർഹതപ്പെട്ടവർക്ക് നൽകുമ്പോൾ, നിങ്ങൾ പ്രപഞ്ചത്തിന് ഒരു സിഗ്നൽ നൽകുകയാണ്: എന്റെ പക്കൽ ആവശ്യത്തിലധികം സമ്പത്തുണ്ട്. ഈ മനസ്സിന്റെ അവസ്ഥയാണ് അബൻഡൻസ് മൈൻഡ് സെറ്റ് എന്ന് വിളിക്കുന്നത്. ചാണക്യൻ നിർദ്ദേശിക്കുന്ന ദാന നിയമങ്ങൾ: 1. അർഹതപ്പെട്ടവർക്ക് നൽകുക. വെറുതെ ആർക്കെങ്കിലും നൽകുന്നതല്ല ദാനം. കഷ്ടപ്പെടുന്നവർക്കും വിദ്യ ആഗ്രഹിക്കുന്നവർക്കും നൽകുന്നതാണ് ശ്രേഷ്ഠം. 2. രഹസ്യമായി നൽകുക. ചാണക്യൻ പറയുന്നു, വലത് കൈ നൽകുന്നത് ഇടത് കൈ അറിയരുത്. അഹംഭാവമില്ലാതെ നൽകുമ്പോൾ മാത്രമേ അതിന്റെ പുണ്യം ഐശ്വര്യമായി തിരിച്ചു വരൂ. 3. വരുമാനത്തിന്റെ 10-1. നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം സാമൂഹിക നന്മയ്ക്കായി മാറ്റിവെക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായ വാരൻ ബഫറ്റും ബിൽ ഗേറ്റ്സും തങ്ങളുടെ സമ്പത്തിന്റെ വലിയൊരു ഭാഗം ദാനം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവർക്കറിയാം, പണം എത്രത്തോളം ഒഴുകുന്നുവോ അത്രത്തോളം അത് ഇരട്ടിയായി തിരിച്ചു വരുമെന്ന്. ചാണക്യൻ 2500 വർഷങ്ങൾക്ക് മുൻപ് മഗധ സാമ്രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുത്തത് ഈ സർക്കുലേഷൻ തത്വത്തിലാണ്. ദാനം എന്നത് പണം മാത്രമാകണമെന്നില്ല. അറിവ് പകർന്നു നൽകുന്നതും വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നതും വലിയ കുബേരതന്ത്രങ്ങളാണ്. നിങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം നിറയ്ക്കും. ലോ ഓഫ് കർമ്മ സാമ്പത്തിക കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചാണക്യൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഈ മാസം നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ തുകയെങ്കിലും മറ്റൊരാളെ സഹായിക്കാൻ നിങ്ങൾ മാറ്റിവെക്കുമോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഗിവ് എന്ന് ടൈപ്പ് ചെയ്യുക. കൊടുക്കുന്ന കൈകളിലേക്ക് പ്രപഞ്ചം തിരിച്ചു നൽകൂ. ചാണക്യൻ പറയുന്നു, സമ്പത്ത് വെള്ളം പോലെയാണ്. അത് ഒഴുക്കിവിടുക. അപ്പോൾ അത് ശുദ്ധമായി തുടരും. പിശുക്ക് ദാരിദ്ര്യത്തെയും ഉദാരത ഐശ്വര്യത്തെയും ക്ഷണിക്കുന്നു. കുബേരന്റെ പ്രിയപ്പെട്ടവനാകാൻ ഒരു കൊടുക്കുന്ന മനസ്സ് വളർത്തിയെടുക്കൂ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആചാര്യ ചാണക്യൻ തന്റെ അതീവ രഹസ്യമായ തന്ത്രങ്ങളിൽ വിവരിച്ചിട്ടുള്ള ആ സുപ്രധാന വിദ്യയാണ്. ഇതിനെ ചാണക്യൻ വിളിക്കുന്നത് സുപ്തലക്ഷ്മി പ്രബോധം എന്നാണ്. അതായത്, ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക ഭാഗ്യത്തെ ഉണർത്തുന്ന വിദ്യ. നമ്മുടെ ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ സജീവമാകുന്നത് രാത്രി ഉറങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള ആ 5 മിനിറ്റിലാണ്. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് ഈ സമയത്ത് നമ്മൾ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ പ്രപഞ്ചത്തിന്റെ കുബേര ഫ്രീക്വൻസിയുമായി വേഗത്തിൽ ബന്ധപ്പെടുമെന്നാണ്. ഇതിനെയാണ് ആധുനിക കാലത്ത് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് വിളിക്കുന്നത്. അർദ്ധരാത്രിയിലെ ആ വിദ്യ ഇതാ: 1. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കിഴക്ക് ദർശനമായി ഇരിക്കുക. 2. നിങ്ങളുടെ കൈകൾ രണ്ടും ചേർത്ത് വെച്ച് പതുക്കെ തടവുക. 3. നിങ്ങളുടെ ശ്വാസം ആഴത്തിലെടുത്ത് ഈ കുബേരമന്ത്രം 11 തവണ പതുക്കെ ഉച്ചരിക്കുക. ഓം ശ്രീം കുബേരായ നമഃ, ഓം ശ്രീം കുബേരായ നമഃ, ഓം ശ്രീം കുബേരായ നമഃ. ഇത് കേവലം ഒരു മന്ത്രമല്ല. ഇതിലെ ശ്രീം എന്ന ബീജമന്ത്രം സമ്പത്തിനെ ആകർഷിക്കാനുള്ള കാന്തിക തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു. ചാണക്യൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സിൽ പണം വന്നു ചേരുന്നതായി ഉറങ്ങുന്നതിന് മുൻപ് സങ്കല്പിക്കുക. നിങ്ങളുടെ കടങ്ങൾ വീട്ടിയതായും പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നതായും 2 മിനിറ്റ് കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ ലക്ഷ്യത്തിനു വേണ്ടി പ്രപഞ്ചവുമായി ചേർന്ന് പണിയെടുക്കും. ചാണക്യൻ ചന്ദ്രഗുപ്തനെ കൊണ്ട് ചെയ്യിച്ചിരുന്ന ഈ വിദ്യയാണ് മഗധയുടെ ഭണ്ഡാരങ്ങൾ നിറയാൻ കാരണമായത്. രാത്രിയിൽ ലോ വൈബ്രേഷണൽ കാര്യങ്ങൾക്ക് പകരം ഐശ്വര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം മനസ്സിൽ വയ്ക്കുക. ചാണക്യൻ പറയുന്നു, രാത്രിയിലെ വിചാരങ്ങളാണ് പകലിന്റെ വിജയങ്ങളെ തീരുമാനിക്കുന്നത്. ഇന്ന് രാത്രി മുതൽ 21 ദിവസം ഈ കുബേരവിദ്യ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ കമന്റ് ബോക്സിൽ പ്രോസ്പെരിറ്റി എന്ന് ടൈപ്പ് ചെയ്യുക. മാറ്റങ്ങൾ നിങ്ങളുടെ പടിവാതിൽക്കൽ എത്തും. ചാണക്യൻ പറയുന്നു, വിശ്വാസമാണ് ഏറ്റവും വലിയ നിധി. ഈ തന്ത്രങ്ങളിൽ വിശ്വസിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവന് മുന്നിൽ ദാരിദ്ര്യം ഒരു നിഴൽ പോലെ മാഞ്ഞു പോകും. കുബേരൻ നിങ്ങളുടെ വീട്ടിൽ വസിക്കട്ടെ. അങ്ങനെ നമ്മൾ ഇന്ന് ആചാര്യ ചാണക്യന്റെ കുബേരതന്ത്രങ്ങളിലൂടെ ഒരു വലിയ യാത്ര നടത്തി കഴിഞ്ഞു. സുഹൃത്തുക്കളെ, പണം എന്നത് ആകാശത്തുനിന്ന് വീഴുന്ന ഒന്നല്ല. അത് നിങ്ങളുടെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും പ്രതിഫലനമാണ്. ദാരിദ്ര്യം എന്നത് ഒരു വിധിയല്ല, മറിച്ച് മാറ്റാൻ കഴിയുന്ന ഒരു അവസ്ഥ മാത്രമാണെന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരിക്കൽ കൂടി ആ 5 കാര്യങ്ങൾ ഓർക്കുക. 1. പണത്തെ ബഹുമാനത്തോടെ കാണുക. 2. വരുമാനത്തിന്റെ ഒരു ഭാഗം ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കുക. 3. വീടിന്റെ വടക്ക് ഭാഗം ശുദ്ധമായി സൂക്ഷിക്കുക. 4. ഉദാരമായി ദാനം ചെയ്യുക. 5. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ആ രഹസ്യവിദ്യ പരിശീലിക്കുക. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പണത്തോടുള്ള പരാതികൾ അവസാനിപ്പിക്കുക. ചാണക്യൻ പറഞ്ഞതുപോലെ ഭാഗ്യം എന്നത് കഠിനാധ്വാനികളെ പിന്തുടരുന്ന ഒന്നാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുക മാത്രം പോരാ, അത് നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ചു തുടങ്ങുക. 21 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ചിന്താഗതിയിലും സാമ്പത്തിക നിലയിലും വരുന്ന മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഈ കുബേരതന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക.
മറ്റൊരാളുടെ ദാരിദ്ര്യം മാറാൻ നിങ്ങൾ നൽകുന്ന ഈ ചെറിയ അറിവ് നിങ്ങളിലേക്ക് വലിയൊരു പുണ്യമായി തിരിച്ചുവരും. നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക മാറ്റങ്ങളെക്കുറിച്ച് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള പവർഫുൾ ചാണക്യ രഹസ്യങ്ങൾക്കായി നമ്മുടെ ചാണക്യ മലയാളം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ശത്രുക്കളെ ആയുധമില്ലാതെ തോൽപ്പിക്കാൻ ചാണക്യൻ പഠിപ്പിച്ച 3 ഗൂഢതന്ത്രങ്ങൾ. ശത്രുക്കൾ നിങ്ങളുടെ നിഴൽ പോലും ഭയക്കുന്ന ആ വിദ്യകൾ അറിയാൻ കാത്തിരിക്കുക. ചാണക്യനെ പോലെ ചിന്തിക്കുക, കുബേരനെ പോലെ വളരുക. നന്ദി, നമസ്കാരം.